Hi all, welcome to Learnino. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബ്ലഡ് റിലേഷൻസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. A is father of B, B is sister of A, how is A related to D എന്നൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ടൈപ്പ് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഒരു ജനറേഷൻ വൈസ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. മുകളിൽ ഏറ്റവും മുകളിലത്തെ ജനറേഷൻ, അത് കഴിഞ്ഞ അടുത്ത താഴത്തെ ജനറേഷൻ, അത് കഴിഞ്ഞ അതിന്റെ താഴത്തെ ജനറേഷൻ, അങ്ങനെ വരയ്ക്കുക. പിന്നെ മെയിലിനെ ഫീമെയിലിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നില്ലെങ്കിൽ മെയിലിന് റൗണ്ട് ഇടുക, അല്ലെങ്കിൽ മെയിലിന് റൗണ്ട് ഇട്ടിട്ട് ഫീമെയിലിന് സ്ക്വയർ വരയ്ക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഡെമോൺസ്ട്രേഷനിൽ വന്നിട്ട് മെയിലിന് റൗണ്ട് ആണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യുക. ആയിട്ട് A's mother is only daughter of B's father. How is B's husband related to A? A's mother, A's mother, only daughter of B's father. B'യുടെ ഫാദറിന്റെ ഓൺലി ഡോട്ടർ ആണ്. A's mother B's ഫാദറിന്റെ ഓൺലി ഡോട്ടർ ആണ്. ബിന്റെ ഹസ്ബൻഡ് എയുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ എന്താ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ലേ? എയുടെ അമ്മ ബിയുടെ അച്ഛന്റെ ഒരേ ഒരു മകളാണ്. അപ്പൊ ബിയുടെ ഭർത്താവ് എങ്ങനെയാണ് എയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണെന്ന്. അപ്പൊ ഇന്ന് മനസ്സിലാക്കുക, എ എന്ന് പറഞ്ഞാൽ ബിയുടെ മകളാണ്. അപ്പൊ ബിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എയുടെ അച്ഛനായിരിക്കും. A is brother of B. B is son of C. D is C's father. Then what is A of D? അപ്പൊ A brother of B ആണ്. B son of C ആണ്. D is C's father. What is A of D? അപ്പൊ A എന്ന് മനസ്സിലാക്കി. A ഇവിടുന്ന് എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആണ്. ബി സിയുടെ സണ്ണാണ്. അപ്പൊ എയും സിയുടെ സണ്ണാണ്. സി പെണ്ണാണോ ആണാണോ എന്ന് പറയുന്നില്ല, സിയുടെ ജെൻഡർ പറയുന്നില്ല. ഡി സീസ് ഫാദർ, അത് മതി നമുക്ക്. സി എയുടെ മദർ ആയാലും ഫാദർ ആയാലും കുഴപ്പമില്ല. സിയുടെ ഫാദർ ആണ് ഡി. അതിന് തന്നെ നമുക്ക് മനസ്സിലാവും എ ഡിയുടെ ഗ്രാൻഡ് സൺ ആണ് എന്ന്. പിന്നെ ഇത്തരം ക്വസ്റ്റ്യൻസിൽ ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് സ്പെസിഫൈ ചെയ്യരുത്. പേര് തന്നിട്ടുണ്ടെങ്കിൽ കൂടി സ്പെസിഫൈ ചെയ്യരുത്. എയും ബിയും ബ്രദേഴ്സ് ആണ്. സിയും ഡിയും സിസ്റ്റേഴ്സ് ആണ്. എയുടെ സണ്ണ് ഡിയുടെ ബ്രദർ ആണ്. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു സി? അപ്പൊ എന്താ, എയുടെ സണ്ണ് ഡിയുടെ ബ്രദർ ആണ്. അപ്പൊ സണ്ണിന്റെ, അതായത് സി റിലേറ്റഡ്. അപ്പൊ എയുടെ സൺ എന്ന് പറയുന്നത് എയുടെ ഡോട്ടർ ആയിരിക്കും സി. അപ്പൊ എയുടെ ബ്രദർ ആണ് ബി, അതുകൊണ്ട് ബി ഈസ് അങ്കിൾ ഓഫ് സി. A woman introduces a man as the son of her brother of her mother. How is the man related to the woman? അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, ഇപ്പൊ ഒരു വുമൺ ഇൻട്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഹർ അല്ലെങ്കിൽ ഹിസ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ജെൻഡർ സ്പെസിഫൈഡ് ആണ്. അല്ലാത്തടത്തോളം കാലം സ്പെസിഫൈഡ് അല്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വുമൺ introduces a man as a son of the brother of her mother. മദറിന്റെ ബ്രദറിന്റെ സൺ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ വുമൺ? കസിൻ ആയിരിക്കും അല്ലെ, കാരണം ഇവരുടെ അമ്മയുടെ ബ്രദറിന്റെ മകനാണ്. A man said to a lady, your mother's husband's sister is my aunt. How is that lady related to that man?
അപ്പൊ ഒരു മാന് ലേഡിനോട് പറഞ്ഞു, നിന്റെ മദറിന്റെ ഹസ്ബൻഡിന്റെ, അതായത് നിന്റെ ഫാദറിന്റെ സിസ്റ്റർ എന്റെ ഓണ്ടാണ്, നിന്റെ ഫാദറിന്റെ സിസ്റ്റർ എന്റെ ഓണ്ടാണ്, അതായത് ഇവരുടെ ഓണ്ടായിരിക്കും അത്. അതിനർത്ഥം ഇവരുടെ സിസ്റ്റർ ആണ് ഇത് എന്നാണ് അർത്ഥം. If X is the brother of son of Y's son, how is X related to Y? X is the brother of Y's son. Yന്റെ മകന്റെ ബ്രദർ ആണ് X. Yന്റെ മകന്റെ സൺ ഓഫ് Y son. Yന്റെ മകന്റെ ബ്രദർ ആണ് X. അപ്പൊ എന്തായിരിക്കും? X Yയുടെ ഗ്രാൻഡ് സൺ ആയിട്ടല്ലേ വരിക? നോക്കൂ, Yന്റെ മകന്റെ ബ്രദർ. അപ്പൊ Yന്റെ മകന്റെ മകനായിരിക്കും X. Yന്റെ ഗ്രാൻഡ് സൺ ആയിരിക്കും X. K is the brother of X. Z is the son of X. P, the daughter of K, is married to N. G and N are sisters to one another. Then state how G is related to Z. K is the brother of X. Z is the son of X. Z is the son of X. P, the daughter of K, is married to N. ഇപ്പൊ നിങ്ങൾ മാരീഡ് എന്നൊക്കെ പറയുമ്പോൾ അത് തമ്മിൽ ഒരു ഡബിൾ ലൈൻ കൊടുക്കുക. ബ്രദർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾ ലൈൻ കൊടുക്കുക. ഡോട്ടർ സൺ എന്നൊക്കെ പറയുമ്പോൾ മുകളിൽ താഴത്തേക്കൊക്കെ വരയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ഇതിനകത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഈ ഡെമോൺസ്ട്രേഷൻ എടുത്തതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ലൈൻ ഇട്ടിട്ട്, അല്ലെങ്കിൽ മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ ഡബിൾ ലൈൻ ഇട്ടിട്ട്, സിബ്ലിങ്സ് ആണെങ്കിൽ സിംഗിൾ ലൈൻ ഇടാം, ഫാദർ മദർ ആണെങ്കിൽ മുകളിൽ താഴത്തേക്ക് ലൈൻ ഇടാം. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ. Z is the son of X. P, the daughter of K, is married to N. G and X are sisters to one another. Then state how G is related to Z. So ഇവിടെ വരുന്നത് G എന്ന് പറയുന്നത് ജിയും എക്സും സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ. കെയും എക്സും ബ്രദർ ആണ്. കെ എക്സിന്റെ ബ്രദർ ആണ്. ഇസഡ് എന്ന് പറയുന്നത് എക്സിന്റെ സൺ ആണ്. പി എന്ന് പറയുന്നത് കെയുടെ ഡോട്ടർ ആണ്. പിയും എന്നും മാരീഡ് ആണ്. നമ്മൾ അറിയേണ്ടത് ജിയും ഇസഡും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ജി എന്ന് പറയുന്നത് ഇസഡിന്റെ ഓണ്ട് ആയിരിക്കും. കാരണം ഇവരുടെ അതായത് ഈ പി എന്ന് പറയുന്നത് കെയുടെ ഡോട്ടർ ആണ്. കെയുടെ ബ്രദർ ആണ് എക്സ്. എക്സിന്റെ സണ്ണാണ് ഇസഡ്. അപ്പൊ എക്സിന്റെ സണ്ണാണ് ഇസഡ്. എക്സിന്റെ സണ്ണാണ് ഇസഡ്. എക്സിന്റെ സിസ്റ്റർ ആണ് ജി. അപ്പൊ ജി എന്ന് പറയുന്നത് ഓണ്ട് ഓഫ് ഇസഡ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടാവും കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി. A is mother of B and C. D is husband of C. What is A for D? A എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും മദർ ആണ്. ഡി എന്ന് പറയുന്നത് സിയുടെ ഹസ്ബൻഡ് ആണ്. വാട്ട് ഈസ് എ ഫോർ ഡി? അപ്പൊ മദർ ഇൻ ലോ ആയിരിക്കുമല്ലോ എ. കാരണം എയുടെ മകനായിട്ടുള്ള സിയുടെ ഹസ്ബൻഡ് ആണ് ഡി. അപ്പൊ മദർ ഇൻ ലോ. F brother of A, C daughter of A, K sister of F, J brother of C, who is uncle of J. Okay. അപ്പൊ ഇവിടെ നമുക്കറിയാം ജെ സിയുടെ ബ്രദർ ആണ്, സി എയുടെ ഡോട്ടർ ആണ്. അപ്പൊ ജെ എയുടെ സൺ ആണ്. അപ്പൊ ജെ എയുടെ സൺ ആയതുകൊണ്ട് എയുടെ ബ്രദർ ആണ് എഫ്. അപ്പൊ എഫ്
ഇവിടെ കെ സിസ്റ്റർ ഓഫ് എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും സ്ക്വയർ ആയിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് എഫ് അങ്കിളായിട്ട് വരുന്നത്. അല്ലെങ്കിൽ കെയും വരായിരുന്നു. ശരിക്കും ഇവിടെ സ്ക്വയർ ആണ് വേണ്ടിയിരുന്നത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കല്യാണി ഈസ് മദർ ഇൻ ലോ ഓഫ് വീണ. കല്യാണി ഈസ് മദർ ഇൻ ലോ ഓഫ് വീണ. അങ്ങനെയൊക്കെ നിങ്ങൾ ഷോർട്ട് ആയിട്ട് ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ ഫസ്റ്റ് 2 ലെറ്റർ ഒക്കെ ആയിട്ട് എഴുതി നോക്കുക കേട്ടോ. Who is sister-in-law of Ashok? Dheeraj is father of Sandeep, only brother of Ashok. How is Kalyani related to Ashok? അപ്പൊ കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണയുടെ മദർ ഇൻ ലോ ആണ്. അപ്പൊ വീണ എന്ന് പറഞ്ഞാൽ അശോകിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. വീണ അശോകിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പൊ അശോകിന്റെ ബ്രദറിന്റെ വൈഫാണ് വീണ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വീണയുടെ അമ്മയാണ് കല്യാണി എന്നുണ്ടെങ്കിൽ ഈ സുന്ദീപിന്റെ അമ്മയായിരിക്കും, സുന്ദീപിന്റെ മദർ ഇൻ ലോ ആയിരിക്കും. സോറി, വീണയുടെ മദർ ഇൻ ലോ ആണ് കല്യാണി എന്നുള്ളത് കൊണ്ട് സുന്ദീപിന്റെ അമ്മയായിരിക്കും കല്യാണി. അപ്പൊ അശോകിന്റെ അമ്മയായിരിക്കും കല്യാണി. കല്യാണി ഈസ് മദർ ഓഫ് അശോക്. ഈ ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.